വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാനുമായി പോലീസിന്റെ തെളിവെടുപ്പ്. കുടിക്കോട് മേപ്പയൂരിൽ 15 വയസ്സുകാരനെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പോപ്പുലർ ഫ്രണ്ട് SDP ബന്ധത്തിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച് NIA-യും PFIയുടെ രാഷ്ട്രീയ മുഖമാണ് SDP-യുടേതെന്ന് ED റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. PFI ഭീകരർ നിരോധനത്തിന് പിന്നാലെ SDP-യിൽ നുഴഞ്ഞു കയറുകയായിരുന്നുവെന്നും കണ്ടെത്തൽ. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ കേസിൽ 2021 മാർച്ചിൽ കുറ്റപത്രം നൽകിയ NIA PFI SDP ബന്ധം തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളും റെയ്ഡുകളിൽ കണ്ടെത്തിയ ഡീറ്റെയിൽ തെളിവുകളും സാമ്പത്തിക ഇടപാട് വിവരങ്ങളും രണ്ട് സംഘടനകളും ഒന്നു തന്നെയെന്ന് വ്യക്തമാക്കുന്നതാണ്. രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് PFI നിരോധിച്ചതിന് പിന്നാലെ ഭീകരവാദികൾ മറയാക്കിയിരുന്നത് SDP-യെയാണ്. PFIയുടെ തീവ്ര ആശയങ്ങൾ പിന്നീട് നിരവധി വേദികളിൽ SDP നേതാക്കൾ ആവർത്തിച്ചിരുന്നു. SDP PFI ബന്ധം സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണത്തിലാണ് NIA. ഇസ്ലാമിക ഭരണമാണ് PFI ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നതെന്നും മതസ്പർദ്ധയുണ്ടാക്കി സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായും NIA റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഭീകര സംഘടന ISന്റെ അടക്കം പിന്തുണയോടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥയ്ക്കാണ് ശ്രമിച്ചത്. നിരോധനം മുന്നിൽ കണ്ട ഒരു രാഷ്ട്രീയ രൂപം മുന്നിൽ നിർത്തി ഭീകരവാദ ആശയപ്രചരണം തന്നെയായിരുന്നു PFI ലക്ഷ്യമിട്ടിരുന്നത്. SDP-യെ നിയന്ത്രിക്കുന്നതും പണം നൽകുന്നതും PFI ആണെന്നാണ് ED കണ്ടെത്തിയത്. SDP-I ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ED വിവരങ്ങൾ പുറത്തുവിട്ടത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് കണ്ടെത്തിയതോടെ SDP-ക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. കൂടുതൽ ഭീകരരുടെ അറസ്റ്റ് ഉടനുണ്ടാകും. കഴിഞ്ഞ ദിവസം SDP ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തിരുന്നു. കേരളം, ചെന്നൈ, ബാംഗ്ലൂർ, ലക്നൌ, ഡൽഹി, ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ SDPI കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും പണമിടപാട് രേഖകളും പിടിച്ചെടുത്തിരുന്നു. ED കസ്റ്റഡിയിലുള്ള ഭീകരൻ മുഹമ്മദ് കുട്ടി ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനയും അറസ്റ്റ് നടപടികളും ഉണ്ടാകും. സാമ്പത്തികമായും ആശയപരമായും SDP-യെ നിയന്ത്രിച്ചത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണെന്നും തീവ്ര ഇസ്ലാമിക ഭീകരവാദ സ്വഭാവത്തോടെയാണ് SDP-യുടെ പ്രവർത്തനമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SDP-ക്കെതിരെ കർശന തുടർ നടപടികൾ ഉണ്ടാകും. SDP-I നേതാക്കളുടെ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ഇടപാടുകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഭീകരവാദത്തിനായി പോപ്പുലർ ഫ്രണ്ട് സമാഹരിച്ച പണം SDP-യുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്ന് അന്വേഷണ ഏജൻസികൾ തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. ജനം, ഡൽഹി. മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ കുട്ടികളെ നാട്ടിലേക്ക് ട്രെയിനിൽ കൊണ്ടുവരും. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ തിരൂരിലെത്തും. ഗരീബ് രഥ് എക്സ്പ്രസിലാണ് അടക്കം. മുംബൈയിലെ ലോനാവാലയിൽ ട്രെയിനിൽ വച്ച് ഇന്ന് പുലർച്ചെ 1:45 പെൺകുട്ടികളെ കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ച മുതലാണ് പെൺകുട്ടികളെ കാണാതായത്. താനൂർ ദേവതാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായിരുന്നു. തുടർന്ന് രക്ഷിതാക്കൾ പരാതി നൽകിയതോടെ പോലീസ് വ്യാപക തെരച്ചിൽ നടത്തി. ഒടുവിൽ കുട്ടികൾ മുംബൈയിലെത്തിയെന്ന വിവരം ലഭിച്ചു. മുംബൈ CSTയിലെ സലൂണിൽ മുടിമുറിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് ഇവർ ഇവിടെ നിന്നും ചെന്നൈ എഗ്മോറിലേക്ക് യാത്ര ചെയ്യവേ ലോനാവാലയിൽ വെച്ച് CRPF കണ്ടെത്തുകയായിരുന്നു. സാഹസിക യാത്രയായിരുന്നു പെൺകുട്ടികൾ നടത്തിയതെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു.
അപ്പം എൻ്റെ പോലീസ് ടീം, എൻ്റെ SIM ടീമും അവരൊരു 1/2 hour 45 minutes അവരിൽ അടുത്തെത്തും. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുട്ടികളൊരു അഡ്വഞ്ചറസ് ടാങ്കിളിലാണ് പോയിരിക്കുന്നത്. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അയാളെ നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സുപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരൻസിനടുത്തും ചോദിക്കുന്നത്. താനൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മുംബൈയിലെത്തിയത്. അവിടെ നിന്നും റോഡ് മാർഗം ഉച്ചയോടെ പൂനെയിലെത്തി. നടപടിക്രമങ്ങൾക്ക് ശേഷം ശബരിരഥ് എക്സ്പ്രസിലാണ് കേരളത്തിലേക്കുള്ള മടക്കം. നാളെ ഉച്ചയോടെ നാട്ടിലെത്തും. ജനം, മലപ്പുറം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആദ്യ കൊലപാതക ശ്രമം നടന്ന അഫാന്റെ വെഞ്ഞാറമൂട് പെരുമലയിലെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ഉമ്മുമാൻ നസീബ ബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. അഫാൻ മാല പണയം വെച്ച ഫിനാൻസിലും പണം നിക്ഷേപിച്ച ATM നാളെ തെളിവെടുപ്പ് നടക്കും. വൈകിട്ട് 4:30യോടെയാണ് പോലീസ് സംഘം അഫാനുമായി പാങ്ങോട് സ്റ്റേഷനിൽ നിന്നിറങ്ങിയത്. ആറ്റിങ്ങൽ DYSP മഞ്ജുലാൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സുരക്ഷയോടെ ആയിരുന്നു തെളിവെടുപ്പ്. ആദ്യം പോയത് ഉമ്മുമ സൽമ ബീവിയുടെ വീട്ടിലേക്ക്. വീടിനകത്ത് 10 മിനിറ്റോളം തെളിവെടുപ്പ് നീണ്ടുനിന്നു. കൊല നടത്തിയ രീതി അഫാൻ പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. പിന്നീട് വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ വീട്ടിലേക്ക്. ഉമ്മയെ ആക്രമിച്ചതും സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ്. 3/4 മണിക്കൂറിലേറെ നീണ്ടുനിന്ന തെളിവെടുപ്പിന് ശേഷമാണ് പ്രതിയെ വീടിന് പുറത്തെത്തിച്ചത്. അഫാനെ തിരികെ പാങ്ങോട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രതിയെ കൊണ്ടുവരുന്നത് കണക്കിലെടുത്ത് നേരത്തെ തന്നെ 2 വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിരുന്നു. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ഇതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും. രാവിലെ തെളിവെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്കിടെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറി ഭാഗത്ത് അഫാൻ തളർന്നു വീണിരുന്നു. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ജനം, തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഇഷ്ടക്കാർക്കുള്ള സംരക്ഷണം തുടർന്ന് സർക്കാർ. തട്ടിയെടുത്ത തുകയും പലിശയും അടച്ച ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടികളില്ല. പണം തിരിച്ചടച്ച 3 റവന്യൂ വകുപ്പ് ജീവനക്കാരെ സർവീസിൽ തിരിച്ചെടുത്തു. വിവരങ്ങൾ മറച്ചുവെച്ച് പെൻഷൻ തട്ടിയെടുത്തത് ക്രിമിനൽ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്നിരിക്കെയാണ് സർക്കാരിന്റെ മൃദു സമീപനം. ക്ഷേമ പെൻഷൻ തട്ടിപ്പുകാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടെങ്കിലും ഇവർക്കുള്ള സംരക്ഷണം സർക്കാർ തുടരുകയാണ്. നിയമവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതിന്റെ പേരിൽ നടപടി നേരിട്ട 3 റവന്യൂ വകുപ്പ് ജീവനക്കാരെ കഴിഞ്ഞ ദിവസം സർക്കാർ തിരിച്ചെടുത്തു. തട്ടിയെടുത്ത ക്ഷേമ പെൻഷൻ തുകയും 18% പലിശയും തിരിച്ചടച്ചെന്നതാണ് ജീവനക്കാരെ സർവീസിൽ തിരിച്ചെടുക്കുന്നതിനുള്ള ന്യായീകരണം. ഇല്ലാത്ത യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കുറ്റകൃത്യമാണെന്നിരിക്കെ മാതൃകാപരമായ നടപടികൾക്കൊന്നും സർക്കാർ മുതിരുന്നില്ല. ശക്തമായ വകുപ്പ് തല നടപടികൾ പോലുമില്ലെന്നതാണ് കൗതുകകരം. തട്ടിപ്പ് നടത്തി പിടിക്കപ്പെട്ടാൽ പണവും പലിശയും അടച്ച് തടിയൂരാമെന്ന തെറ്റായ സന്ദേശം കൂടിയാണ് സർക്കാർ നൽകുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിൽ CPM നേതാവും കുടുംബാംഗങ്ങളും നടത്തിയ മുക്കുബണ്ട പണയ തട്ടിപ്പിൽ നഷ്ടം 1/2 കോടിയോളം രൂപ എന്ന് കണ്ടെത്തൽ. 27 ലക്ഷം രൂപയുടെ തട്ടിപ്പ് എന്ന നിലയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് നഷ്ടം 45.5 ലക്ഷം രൂപ എന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു.
ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിൽ ജീവനക്കാരനായ മോഹനകൃഷ്ണനും CPM തേങ്കുറിശി മുൻ ലോക്കൽ സെക്രട്ടറിയായ വാസുദേവനും ഭാര്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി ദേവിയും ചേർന്ന് നടത്തിയ മുക്കുപണ്ട പണയത്തട്ടിപ്പിൽ നഷ്ടം 45.5 ലക്ഷം രൂപയാണെന്നാണ് പുതുതായി കണ്ടെത്തിയിരിക്കുന്നത്. 27 ലക്ഷം രൂപയുടെ തട്ടിപ്പ് എന്ന നിലയിൽ തുടങ്ങിയ അന്വേഷണമാണ് കൂടുതൽ രേഖകൾ പരിശോധിച്ചപ്പോൾ 1/2 കോടിയോളം രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതികൾ കൂടുതൽ പേരുടെ പേരുകളിൽ മുക്കുപണ്ടം പണയം വെച്ചിരിക്കുന്നതാണ് പുതുതായി കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളുടെ പേരിൽ ഉൾപ്പെടെയാണ് മുക്കുപണ്ടം പണയം വെച്ചിരിക്കുന്നത്. സഹോദരി പുത്രിയുടെ പേരിലും സ്വർണം പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P വേണുഗോപാൽ ആവശ്യപ്പെട്ടു. സമാനമായുള്ള രീതിയിൽ ഷൊർണൂരിലും വാണിയംകുളത്തും ചെറുപ്പുളശ്ശേരിയിലും ഒക്കെ ഇതിന് സമാനമായുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള അഴിമതികൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അന്വേഷണമൊന്നും എവിടെയും എത്തിയിട്ടില്ല. വ്യാജരേഖ ചമച്ചുകൊണ്ട് ഷൊർണൂർ അർബൻ ബാങ്കിൽ നിന്ന് 1 കോടിയിൽ പരം രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. അതെവിടെയാണ്? അതിന്റെ അന്വേഷണം എന്തായി? ഈ കാര്യങ്ങൾ ഇതുവരെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തരം സഹകരണ ബാങ്കുകളിൽ, അർബൻ ബാങ്കുകളിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ചുള്ള സമഗ്രമായുള്ള അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഹകരണ രജിസ്ട്രാർക്ക് ഭാരതീയ ജനതാ പാർട്ടി പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കീഴിലുള്ള വിജിലൻസ് വിഭാഗമായ DIGക്കും ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന 50 ലക്ഷത്തിൽ പരം രൂപയുടെ മുക്കുപണ്ട പണയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പേരിൽ മാതൃകാപരമായുള്ള നിയമ നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പരാതി. തട്ടിപ്പിൽ ബാങ്കിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മോഹനകൃഷ്ണന്റെ വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടി ആരംഭിച്ച ഒറ്റപ്പാലം അർബൻ ബാങ്ക് വസ്തുക്കളുടെ വിവരങ്ങൾ ശേഖരിച്ചു. ഒറ്റപ്പാലം കോടതിയിൽ ഇതിനായുള്ള അപേക്ഷ ഉടൻ സമർപ്പിക്കുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ജനം, പാലക്കാട്. വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതിയിൽ ജഡ്ജിക്കെതിരെ പ്രതിഷേധം. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ കോടതിയിലായിരുന്നു അഭിഭാഷകർ പ്രതിഷേധിച്ചത്. തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്ന അഭിഭാഷകരുടെ ആവശ്യം ജസ്റ്റിസ് ബദറുദ്ദീൻ നിഷേധിച്ചു. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ കോടതിയിൽ കൂട്ടമായി എത്തിയാണ് അഭിഭാഷകർ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ വെച്ച് വനിതാ അഭിഭാഷകയെ അപമാനിക്കുന്ന രീതിയിൽ ജസ്റ്റിസ് A ബദറുദ്ദീൻ സംസാരിച്ചെന്ന് പരാതി ഉയർന്നിരുന്നു. വിഷയത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. എന്നാൽ അഭിഭാഷക അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യം ജഡ്ജി നിരാകരിച്ചു. ചേംബറിൽ വെച്ച് മാപ്പ് പറയാമെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ അറിയിച്ചെന്നും എന്നാൽ തുറന്ന കോടതിയിൽ വെച്ച് മാപ്പ് പറയുന്നതുവരെ അദ്ദേഹത്തിന്റെ കോടതി ബഹിഷ്കരിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ഇന്നലെ 6/3 കേസ് വെച്ചിരുന്ന സമയത്ത് അലക്സംസ് കറിയ 7/1/2023 മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇന്നലെ 1D കോടതിയിൽ ഹാജരായിട്ട് വക്കാലത്തിടാൻ വീണ്ടും സമയം ചോദിച്ചു. ഇങ്ങനെ അഭിഭാഷകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ ജഡ്ജി പറഞ്ഞു അങ്ങനെ ഇത് പല പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നതാണ്, ഇത് ഇനി മാറ്റിത്തരാൻ പറ്റില്ല, നിങ്ങൾ കേസ് ആർഗ്യ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരോട് അത് മരണപ്പെട്ടു എന്ന വിവരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വീണ്ടും കേസ് തുടർച്ചയായിട്ട് ആർഗ്യ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കോടതിയിൽ കരഞ്ഞുകൊണ്ട് ആർഗ്യ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത് അവർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സ്ഥിതിവിശേഷമാണിത്. അതേസമയം അഭിഭാഷക പ്രതിഷേധം തിങ്കളാഴ്ചയും തുടരും. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ജനറൽ ബോഡി യോഗത്തിന്റേതാണ് തീരുമാനം. പ്രതിഷേധത്തെ തുടർന്ന് ഇടപെട്ട ചീഫ് ജസ്റ്റിസ് വിഷയം പഠിക്കാൻ സാവകാശം തേടി. അസാധാരണ സംഭവവികാസങ്ങളെ തുടർന്ന് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ഇന്നത്തെ സിറ്റിംഗ് ഒഴിവാക്കി. ജനം, കൊച്ചി. കോഴിക്കോട് മേപ്പയൂരിൽ 15 വയസ്സുകാരനെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. വിദ്യാർത്ഥിയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. മേപ്പയൂർ പുറക്കാമല കരിങ്കൽ ഖനനത്തിനെതിരെ നടന്ന സമരം കാണാൻ എത്തിയപ്പോഴായിരുന്നു 15 വയസ്സുകാരന് മർദ്ദനമേറ്റത്. പുറക്കാമല കരിങ്കൽ ഖനനത്തിനെതിരെ നടന്ന ജനകീയ സമരം കാണാനെത്തിയതായിരുന്നു 15 വയസ്സുകാരൻ.
പോലീസ് വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ടുപോകുന്നതിന്റെയും വാഹനത്തിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. വിദ്യാർത്ഥിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കുടുംബം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥിയെ മർദ്ദിച്ച മേപ്പയൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഷിജു, മേപ്പയൂർ സബ് ഇൻസ്പെക്ടർ വിനീത് വിജയൻ, വേളത്തുള്ള ASI സുരേഷ് എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കാണിച്ചാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളെത്തി വിദ്യാർത്ഥിക്ക് വേണ്ട കൗൺസിലിംഗ് നൽകിയിരുന്നു. ജനം, കോഴിക്കോട്. കണ്ണൂർ നാറാത്ത് വൻ ലഹരിവേട്ട. എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കളുമായി 2 പേർ പിടിയിലായത്. MDMA, കഞ്ചാവ്, LSD സ്റ്റാമ്പ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. പ്രതികൾക്കെതിരെ നാട്ടുകാരും രംഗത്തെത്തി. നാറാത്ത് TC ഗേറ്റിന് സമീപം മടത്തിക്കൊവലിലെ ഇരുനില വീട്ടിൽ സൂക്ഷിച്ച ലഹരി വസ്തുക്കളാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് സ്ക്വാഡ് വീട് വളയുകയായിരുന്നു. മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് അകത്ത് കയറിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുകളിലെ നിലയിലെ അലമാരയിൽ സൂക്ഷിച്ച 2.5 കിലോ കഞ്ചാവ്, 17 ഗ്രാം MDMA, കൂടാതെ വീടിന് പരിസരത്തുണ്ടായിരുന്ന കാറിൽ നിന്ന് 93 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ്, 35 ഗ്രാം LSD സ്റ്റാമ്പ് എന്നിവയും പിടികൂടി. തുടർന്ന് പ്രതികളായ നാറാത്ത് പാമ്പുരുത്തി റോഡിലെ മുഹമ്മദ് ഷഹീൻ യൂസഫ്, പറശ്ശിനി റോഡിലെ മുഹമ്മദ് സിജാഹ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. പ്രതികളെ എക്സൈസ് സംഘം പിടികൂടി കൊണ്ടുപോകുന്നതിനിടെ വലിയ ജനരോഷമുണ്ടായി. പ്രതികൾക്ക് നേരെ കയ്യേറ്റ ശ്രമവും നടന്നു. കഞ്ചാവ് തൂക്കി നൽകാൻ തൂക്ക മെഷീനുകൾ ഉൾപ്പെടെ പ്രതികൾ കയ്യിൽ കരുതിയിരുന്നു. എക്സൈസിനെ വെട്ടിക്കാൻ പ്രതികൾ പല വഴികൾ സ്വീകരിച്ചിരുന്നെന്ന വിവരവും പുറത്തുവന്നു. ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് കീഴിൽ മയക്കുമരുന്ന് വെച്ച ശേഷം ഫോട്ടോ എടുത്ത് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കും. തുടർന്ന് Google Pay വഴി പണം കൈമാറിയാൽ ലൊക്കേഷൻ അയച്ചു നൽകും. ഇങ്ങനെയായിരുന്നു പ്രതികളുടെ മയക്കുമരുന്ന് കച്ചവടം. ജനം, കണ്ണൂർ. ഇടുക്കിയിൽ ടൂറിസം മേഖലയിലെ ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഹാക്ക് ചെയ്ത് തട്ടിപ്പ്. ഹോട്ടലുകളുടെ യഥാർത്ഥ വെബ്സൈറ്റുകളുടെ സാമ്യം തോന്നുന്ന വിധത്തിലാണ് വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഒരു ഹോട്ടലിൻ്റെ വെബ്സൈറ്റ് തിരിച്ചു പിടിച്ചാലും മറ്റ് ഹോട്ടലുകളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യും. ഹോട്ടലുകളും റിസോർട്ടുകളും ഗൂഗിളിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രൊഫൈലുകൾ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ്. വ്യാജ വെബ്സൈറ്റുകൾ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ ലിങ്ക് ചെയ്യും. ഓൺലൈനായി എത്തുന്ന ഉപഭോക്താവിന് ആദ്യം ലഭിക്കുന്നത് ഈ പ്രൊഫൈലായിരിക്കും. ഇതിൽ ബുക്ക് ചെയ്യുന്നതോടെ പണം ഹാക്ക് ചെയ്യപ്പെട്ട ആളുടെ അക്കൗണ്ടിലെത്തും. ഗൂഗിൾ മൈ ബിസിനസ് പേജ് ഹാക്ക് ചെയ്തിരിക്കുകയാണ് ഹോട്ടലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ അവർ വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അവരുടെ പൈസ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് വരത്തില്ല. അതിന് പകരം വേറൊരു തെറ്റായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് കിട്ടേണ്ട പൈസ പോവുകയും കസ്റ്റമർ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ മേജർ ഹോട്ടൽസിൻ്റെ എല്ലാം തന്നെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്താണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന 4 വൻകിട ഹോട്ടലുകളുടെ വെബ്സൈറ്റുകളാണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടത്. പരാതി നൽകിയിട്ടും സൈബർ കൃത്യമായി ഇടപെടുന്നില്ല. കൃത്യമായി ഇടപെടൽ ഉണ്ടാകാത്തതുമൂലം തട്ടിപ്പ് ഇപ്പോഴും തകൃതിയായി നടക്കുകയാണ്. പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലുമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതുവരെ പക്ഷേ നമുക്കൊരു എൻഡ് റിസൾട്ടിലേക്ക് വന്നിട്ടില്ല. അന്വേഷണം നടക്കുന്നു, കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന ഒരു. തട്ടിപ്പിനിരയായ ഹോട്ടൽ ഉടമകൾ നൽകിയ പരാതിയിൽ വെബ്സൈറ്റുകൾ തിരിച്ചെടുക്കാൻ നടപടിയുണ്ടെങ്കിലും FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടില്ല. കേരളത്തിലെ ടൂറിസം മേഖലയിൽ വ്യാപകമായി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് വിവരം. തട്ടിപ്പ് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് റിസോർട്ട് ഹോട്ടൽ ഉടമകൾ. ജനം, ഇടുക്കി. തലസ്ഥാന നഗരിയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 2.5 കിലോ കഞ്ചാവുമായി ആലപ്പുഴ തുറവൂർ സ്വദേശി അഖിൽ പിടിയിലായി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ അഖിൽ.
തിരുവനന്തപുരം കിള്ളിപ്പാലം കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കെത്തിച്ച 2.5 കിലോ കഞ്ചാവാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് പിടികൂടിയത്. ആലപ്പുഴ തുറവൂർ സ്വദേശി അഖിലിന്റെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. മാലമോഷണ കേസുകളിലടക്കം 15 കേസുകളിൽ പ്രതിയാണ് പിടിയിലായ അഖിൽ. നേരത്തെ ചേർത്തല പോലീസും കഞ്ചാവ് വിൽപ്പന കേസിൽ അഖിലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. SHO വിമൽ, SI മാരായ വിപിൻ, ഷെഫിൻ, അമൽ സുധാകർ, സുമിത് തുടങ്ങിയവർ അറസ്റ്റിന് നേതൃത്വം നൽകി. നഗരത്തിൽ ലഹരി മരുന്ന് ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം. ഭാരതത്തിലേക്ക് നാടുകടത്തുന്നത് തടയാനുള്ള മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ ഹുസൈൻ റാണിയുടെ അവസാന ശ്രമവും പാളി. നാട് കടത്തരുതെന്നും പാക് വംശജനായതിനാൽ ഇന്ത്യയിലെത്തിയാൽ പീഡിപ്പിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടി തഹാവൂർ ഹുസൈൻ റാണ നൽകിയ ഹർജി US സുപ്രീം കോടതി തള്ളി. തഹാവൂർ റാണയെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഭാരതം ശക്തമാക്കിയതിന് പിന്നാലെയാണ് അപ്പീൽ അപേക്ഷ നൽകിയത്. US സുപ്രീം കോടതി അസോസിയേറ്റ് ജഡ്ജിന് മുന്നിലായിരുന്നു ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഭാരതത്തിലേക്ക് നാടുകടത്തുന്നത് തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അപേക്ഷ തള്ളുകയായിരുന്നു. നേരത്തെ വിചാരണ കോടതിയിലും മേൽക്കോടതിയിലും സുപ്രീം കോടതിയിലും റാണയുടെ നാടുകടത്തലിനെതിരായ ഹർജികൾ തള്ളിയിരുന്നു. അവസാനം ഒരു കുറ്റത്തിന് 2 വിചാരണ പാടില്ലെന്നാവശ്യപ്പെട്ട് തഹാവൂർ റാണ സമർപ്പിച്ച സെറോഷിയററി ഹർജിയും സുപ്രീം കോടതി തള്ളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത പ്രസ്താവനയിൽ തഹാവൂർ റാണയെ ഉടൻ കൈമാറുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പും നൽകിയിരുന്നു. ഇതിനു പിന്നാലെ അമേരിക്കയിൽ തുടരുന്ന NIA സംഘം നടപടികൾ ഊർജിതമാക്കുകയും ചെയ്തു. പിന്നാലെയാണ് തടസ്സ ഹർജി സമർപ്പിക്കപ്പെട്ടത്. പാകിസ്ഥാൻ വംശജനായ തന്റെ വിചാരണ ഭാരതത്തിൽ നീതിപൂർവമാകില്ലെന്നാണ് റാണയുടെ ആരോപണം. മാത്രമല്ല, നാടുകടത്തുന്നത് ജീവന് ഭീഷണി ഉണ്ടാക്കുമെന്നും റാണ ഹർജിയിൽ പറഞ്ഞിരുന്നു. റാണയുടെ വാദങ്ങൾ ഒന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല. നിയമത്തിന്റെ മുന്നിലെ എല്ലാ വഴികളും അടഞ്ഞതോടെ വൈകാതെ റാണയെ ഇന്ത്യയിലെത്തിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പത്തനംതിട്ടയിൽ നിന്നും ഗൾഫിലേക്ക് പോയ ഗൃഹനാഥിനെ പറ്റി 2 വർഷമായി ഒരു വിവരവുമില്ലെന്ന് കുടുംബം. തിരുവല്ല സ്വദേശി സാം വർക്കിയാണ് 2023 ഷാർജയിലേക്ക് ജോലിക്കായി പോയത്. മെയ് മാസം സാംവർക്കി ഷാർജ അജ്മാനിലേക്ക് പോയതാണ്. അജ്മാനിലെത്തിയ ശേഷം 1 മാസത്തോളം കുടുംബവുമായി നിരന്തരം ബന്ധപ്പെട്ടു. പിന്നീട് ഒരു വിവരവുമില്ല. ആലപ്പുഴ സ്വദേശിയായ ഏജന്റ് മകനെ ചതിക്കുകയായിരുന്നുവെന്ന് 74 വയസ്സുള്ള വൃദ്ധമാതാവ് മറിയാമ്മ വർക്കി പറയുന്നു. പക്ഷേ കൊടുത്തത് വിസിറ്റിങ്ങാണ്. അവനെ അവിടെ കിടന്ന് അവന് ജോലി ഇല്ല, അവിടെ ചെന്ന് പട്ടിണി കിടന്ന് ഒരാഴ്ച താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. പിന്നെ ഭക്ഷണവും ഇല്ല. പിന്നെ നമ്മളിവിടെ നിന്ന് വായിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ വിറവില്ലാത്തത് നമ്മളിവിടുന്ന് പൈസ അയച്ചു കൊടുത്തവന് 2 പ്രാവശ്യം. ഭക്ഷണവും താമസ സൗകര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു, ഉടനെ അയച്ചു കൊടുത്തു. പക്ഷേ ഈ കബീർ എന്ന് പറയുന്ന അവനാണ് കളിപ്പിച്ചത്. ആലപ്പുഴക്കാരൻ അവനെയാണ് പിടിക്കേണ്ടത്. സാം ഷാർജയിലെത്തിയ ശേഷം ഒപ്പം താമസിച്ചിരുന്ന മലയാളിക്ക് കുടുംബം 2 തവണ പണം അയച്ചു കൊടുത്തു. സാമിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. പണം കൈപ്പറ്റിയാണ് ഏജന്റ് സാമിനെ ഗൾഫിലെത്തിച്ചതെന്ന് സഹോദരി സനു. വിസിറ്റിംഗ് വിസയ്ക്ക് ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്നതിന് ശേഷം ജോലി കൊടുക്കാം എന്നുള്ള ഇതിലാണ് ഇവിടുന്ന് കയറി പോകുന്നത്. 1,30,000 രൂപ നമ്മളെ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു. അവിടെ ചെന്നിട്ട് ജോലി കൊടുക്കാം, അല്ല വിസിറ്റിങ്ങില്ല. അപ്പം അതിന് ശേഷം ജോലി കൊടുക്കാം എന്നുള്ള ഇതായിരുന്നു. അവിടെ ചെന്ന് 1 മാസം വരെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. 2023 ജൂൺ ഇവിടുന്ന് മെയ് 17-ാം തീയതി പോകുന്നു. ജൂൺ 22-ാം തീയതി വരെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അതിനുശേഷം നമ്മളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പം ഈ കബീർ എന്ന് പറഞ്ഞ ഏജന്റ് ഇവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് അനീഷ് എന്ന് പറഞ്ഞ ഒരു ആളെ കൂടെ ഇവിടുന്ന് വിടുന്നുണ്ട്. നമുക്ക് ആളുമായിട്ട് വ്യക്തിപരമായിട്ട് പരിചയമൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങളോട് ഫോണിൽ മാത്രം കോണ്ടാക്ട് ചെയ്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇവർ 2 പേരും ഒരു റൂമിലാണ് താമസിച്ചിരുന്നെന്ന് പറയുന്നു. ഈ അവിടെ ചെന്നിട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവർ തന്നെ കൊടുക്കാം ജോലി കിട്ടുന്നിടം വരെ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് ശേഷം വന്ന് ഞങ്ങൾ ഇവിടുന്ന് 2 പ്രാവശ്യം വന്ന് എൻ്റെ സഹോദരന് പൈസ അയച്ചു കൊടുക്കുകയുണ്ടായി.
അദ്ദേഹത്തിൻ്റെ ചെലവിനും താമസിക്കാനൊന്നും വലിയ സൗകര്യമില്ലെന്ന് പറഞ്ഞ്, അല്ലെ ഫുഡിന് പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടുന്ന് പൈസ, അതേതോ അടുത്തുള്ള ഒരാളുടെ ഫോണിലേക്കാണ് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 2023 ജൂൺ 22-ാം തീയതിയാണ് നമ്മളുമായിട്ട് ലാസ്റ്റ് കോണ്ടാക്റ്റ് ഉള്ളത്. അതിനുശേഷം നമ്മളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ താമസിക്കുന്ന അനീഷ് മധു പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, സാമു രാവിലെ റൂമിൽ നിന്ന് പോയതാണ്, ഇതുവരെയായിട്ടും വന്നിട്ടില്ല, ഒരു വിവരവും ഇല്ലെന്ന് പറഞ്ഞു. സാമിനെ കണ്ടെത്താൻ വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിലിടപെട്ട് പരിഹാരം കണ്ടെത്തണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ജനം, പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.